നിങ്ങളുടെ കാര്യം മനസ്സിലാക്കിക്കോ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണ്? നബി തങ്ങളുടെ മജ്ലിസിൽ ഇൽമു പഠിച്ച മഹാനാണ്. നബി തങ്ങളുടെ ഹബീബ് എപ്പോഴും അറിയുന്ന ആളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിൽ വെച്ച് ഏറ്റവും വലിയ ആലിമീങ്ങൾ ആരാണ്? ഇത്തഫഖൽ ഉമ്മത്തു വൽ ഉമ്മത്തു അലാ അന്ന അബൂ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ് സഹാബത്തിലെ ഏറ്റവും വലിയ ആലിമ. പിന്നീടുള്ള ആലിമാരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ 20 റക്അത്ത് തറാവീഹ് നിസ്കാരം നടപ്പിൽ കൊണ്ടുവന്നു. മുജാഹിദുകാരൻ ഹദീസ് നോക്കിയപ്പോൾ 8 കണ്ടു. എന്താ അവന്റെ പ്രമാണം? ഉമർ ഇബ്നുൽ ഖത്താബ് പ്രമാണത്തിനോട് യോജിച്ച് ചെയ്താൽ അംഗീകരിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് പ്രമാണത്തോട് യോജിക്കാതെയാണ് 20 നിസ്കരിച്ചത്. ഞങ്ങളുടെ കയ്യിലുള്ള ഹദീസിലോ 11 റക്അത്തേ ഉള്ളൂ. ഇതാണല്ലോ അവന്റെ ഇജ്തിഹാദ്. ഇസ്ലാമിനെ പൊളിക്കാനുള്ള ഇജ്തിഹാദല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കാണാത്തത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചെയ്യുമോ? ചെയ്യില്ല. അത് വ്യവസ്ഥാപിതമായിരുന്നു. ഇമാമിന്റെ നേതൃത്വം കൊണ്ടുവന്നു. അത് അല്ലാഹുവിന്റെ റസൂൽ അനുമതി കൊടുത്ത പരിഷ്കരണമാണ്. നിഅമത്തിൽ ബിദഅത്തുഹാദിഹി, ഇത് നല്ല പരിഷ്കരണം തന്നെ. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞാലും സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞാലും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ 2 വാങ്ങുകൊണ്ടുവന്നു ജുമാക്ക്. അപ്പൊ മുജാഹിദുകാരൻ നോക്കി പ്രമാണത്തോട് യോജിച്ചാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അംഗീകരിക്കാം. അങ്ങനെ മുജാഹിദുകാരന്റെ പള്ളിയിൽ വെള്ളിയാഴ്ച കൊണ്ടുവന്ന സുന്നികളുടെ പള്ളിയിലോ മാ അനാലി വാസുഹാബി. എന്നാലൊരു കാര്യം മനസ്സിലാക്കിക്കോ, പ്രമാണങ്ങളോട് മരക്കാതെ മദ്ഹബ് പറഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ശാഫി ഇമാം തങ്ങളുണ്ടല്ലോ. ശാഫി ഇമാം തങ്ങൾ സുബഹിക്ക് സുന്നത്ത് പഠിപ്പിച്ചു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഹദീസിനെ മരക്കാത്തത് പറഞ്ഞ ആളാണ്. ആ ശാഫി ഇമാമിനെ അംഗീകരിച്ച ആളാണ് ഇമാം ബുഖാരി. പറയുന്നത് നിങ്ങൾക്ക് ബുഖാരിയുടെ ഹദീസ് കിട്ടാൻ അവകാശമില്ല. തിരുമതിയുടെ ഹദീസ് എടുക്കാൻ അവകാശമില്ല. 4 മദ്ഹബ് അംഗീകരിച്ച ഇമാമാണ് ഇമാമിനെ റഹിമഹുല്ല. അങ്ങനെ 6 ഹദീസിന്റെ പണ്ഡിതന്മാരും 4 മദ്ഹബ് അംഗീകരിച്ചവരാണ്. മദ്ഹബിനെ അംഗീകരിക്കൽ ഇജ്തിഹാദും യോഗ്യതയില്ലാത്തവന്റെ ബാധ്യതയാണ്. അല്ലെങ്കിൽ അവൻ അമളിയിൽ പെട്ടുപോകുന്നു. അതുകൊണ്ട് അല്ലാഹുവിന്റെ മതമനുസരിച്ച് ജീവിക്കണോ, ശരിയായ കർമ്മശാസ്ത്രം കിട്ടണോ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതല്ലാതെ ശാഫി ഇമാം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതല്ലാതെ അബൂ ഹനീഫ ഇമാം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അതല്ലാതെ മാലിമാലികളും പഠിപ്പിച്ചിട്ടില്ല. അബൂ ഹനീഫ ഇമാം തങ്ങളുടെ ശിഷ്യനാണ് മാലിക് ഇമാം തങ്ങൾ. അവിടുത്തെ ശിഷ്യനാണ് ശാഫി ഇമാം തങ്ങൾ. അവിടുത്തെ ശിഷ്യനാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. അവര് പരസ്പരം ഉസ്താദുമാരും ശിഷ്യന്മാരുമാണ്. അവര് പരസ്പരം ആദരിച്ചു നിന്നവരാണ്. അവര് മുജത്തഹിദീങ്ങളാണ് കേട്ടോ. അവരെ തള്ളിയിട്ട് മൗലവിമാരുടെ പിന്നാലെ പോയാൽ മഹ്ശറിൽ വരിലടിക്കേണ്ടി വരും കേട്ടോ. സക്കരിയ മൗലവി പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂൽ നിസ്കാരത്തിന് ഫർദും സുന്നത്തൊന്നും പറഞ്ഞിട്ടില്ല. ഒരു കോലത്തിലുള്ള നിസ്കാരം നിസ്കരിച്ചിട്ടുള്ളൂ. അതാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത്. ഇപ്പൊ ഇശാ നിസ്കരിച്ചു വന്നവരുണ്ട്, മഗ്രിബ് നിസ്കരിച്ചവരാണ് ഇവിടെയുള്ള എല്ലാ മുസ്ലിമീങ്ങളും. പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിക്കോ, ആ നിസ്കാരത്തിന് നിങ്ങളെ ഫർദായിട്ട് നിർവഹിച്ചതോ അത് വേർതിരിച്ചതാരാണ്? പറഞ്ഞത് മുഴുവനും നല്ല പറഞ്ഞതാണ്. റസൂലുള്ള പഠിപ്പിച്ചതാണ്. ഖുർആനിന്റെ വിശദീകരണമായ ഹദീസിലുള്ളതാണ്. അല്ലാത്തൊന്നും ഇവിടെയില്ല. അതുകൊണ്ട് സാധാരണക്കാരെ മൗലവിമാരുടെ പദത്തിൽ പെടണ്ട.